ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലുള്ള അല്പസ്വല്പ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പിന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ആ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഐഷു അവിടുന്ന് ഉമ്മയപ്പേ വന്നപ്പോൾ അവരുടെ കൂടെ വീട്ടിലേക്ക് അത്താണിക്കൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. ആ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അവിടെ സൽക്കാരമായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. പിന്നെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പുറത്ത് ഉമ്മാൻ്റെ എന്താണ് ചെടികളാണ്. ഭയങ്കര ചെടിപ്രിയമുള്ള ആളാണ് കേട്ടോ ഇവിടുത്തെ അമ്മ. അപ്പോൾ ഇതിങ്ങനെ കണ്ടിരിക്കണം. ഇഷ്ടം പോലെ നമ്മൾ കൗതുകം നടത്തുന്ന പലതരം ഒരുപാട് തരം ചെടികൾ കേട്ടോ. നമ്മൾ കാണാത്ത ചെടികളാണ് കൂടുതലും. അപ്പം ഞാൻ പൊതുവേ കാണാത്തതെന്ന് വെച്ചാൽ എന്താണ്, ഒരു ചെടിയും ഞാൻ പിടിപ്പിക്കാത്ത ആളാണ് കേട്ടോ. ഒരു ചെടി കൊണ്ട് എനിക്ക് പ്രിയം തോന്നാറില്ല. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ചില ആളുകൾ സാരി ഉടുത്ത് കാണാൻ പോലുള്ള പോലെ കേട്ടോ. ഞാൻ സാരി ഉടുക്കൂല, പക്ഷെ ആരെങ്കിലും സാരി ഉടുത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെയാണ് മറ്റുള്ളവരെന്തെങ്കിലും ഉണ്ടാക്കി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അഥവാ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് കാന്താരി മുളക്, കറിവേപ്പില, ചീരകൾ അങ്ങനത്തെ ഒക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് എന്തോ വിത്തുകളോ പൂളക്കൊമ്പോ അങ്ങനത്തെ ഒക്കെ തന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ കുറച്ച് ഭക്ഷണമൊക്കെ രാത്രിയൊക്കെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉമ്മ തന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കടന്നു. പിറ്റേ ദിവസം പിന്നെ താത്തയും അളിയനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ അനിയത്തി മക്കളൊക്കെ വരുന്നുണ്ട്. ഉച്ചക്കാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വെറും ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഏതായാലും അവരും നമ്മളൊക്കെ എന്താണ് പൂതി വെച്ചത് വെറും ചോറിന് തന്നെയാണ്. അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നെന്ന് പറഞ്ഞ മാതിരിക്കായി. അപ്പം വെറും ചോറ് തിന്നാൻ പൂതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. അവർക്കും വെറും ചോറ് തിന്നാൻ തന്നെയാണ് ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വെറും ചോറിൻ്റെ പൂതിയാണല്ലോ അല്ലേ. നോമ്പിന് ഒരു മാസം വെറും ചോറ് വെക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നോമ്പ് തുറക്കാൻ പത്തിരി, ഇടിയപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് അത്താഴത്തിനും അത് തന്നെ അവരൊക്കെ അത് തന്നെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവരും വെറും ചോറ് ഉണ്ടാക്കാറില്ല. പിന്നെ നോമ്പ് പെരുന്നാളും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വെറും ചോറിനാണല്ലോ ഒരു പൂതി ഉണ്ടാവുക അല്ലേ. അപ്പോൾ വെറും ചോറ് ഉണ്ടാക്കുകയാണെങ്കിലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെറും ചോറും മോരുകറിയും പിന്നെ അല്പം ബീഫ് വരട്ടിയതുണ്ട്. പിന്നെ അങ്ങനത്തെ അതും ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് സേമിയോ ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നുണ്ട് അല്പം. കുറച്ച് ബാലൻസ് ഉള്ളതുണ്ടായിരുന്നു സേമിയോൻ്റെ പാക്കറ്റിൽ സേമിയോ. അപ്പോൾ അതൊക്കെ ഇട്ടങ്ങ് പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പായസം ഉണ്ടാക്കി ഏകദേശം പൂർത്തിയാകുമ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത്. അപ്പോൾ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി 3-4 പേര് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്ക് വേഗം എന്താണ് തീമം തന്നെ കുറച്ച് മറ്റു പാത്രത്തിലേക്ക് പാർന്നൊന്ന് ചൂടാറ്റിയിട്ട് അവർക്ക് പിന്നെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അങ്ങനെ പായസത്തിന് ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോന് എന്താണ് കൊണ്ടുപോകാൻ ചമ്മന്തിപ്പൊടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ. അപ്പം ഞാൻ അതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയ അടുപ്പ് ഒയ്യുമ്പോഴും ഇടടുപ്പത്തൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ മോര് കറി വറവിടാൻ വേണ്ടി നോക്കുമ്പോഴാണ് വറ്റൽമുളകൊക്കെ ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് 4 എടുത്തിട്ട് ഞാൻ അത് വറവിട്ട് വെച്ചു കേട്ടോ. പിന്നെ വേറെ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ചോറും മോര് കറി അവിടെ ആയിട്ടുണ്ട്. പിന്നെ എന്താണ് ഉപ്പേരിയും പപ്പടം പൊരിക്കാൻ, ചിക്കൻ പൊരിക്കാൻ അത്രയ്ക്കും ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വത്തക്കവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ വത്തക്കവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ താത്തയും മക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. താത്താൻ്റെ മോളുണ്ട് കേട്ടോ. മോളും മരുമോനും ഉണ്ട്. മോള് പിന്നെ കുഞ്ഞായതിൻ്റെ ശേഷം അവൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചെറിയൊരു കുഞ്ഞുണ്ട്. ആദ്യമായിട്ടാണ് കുഞ്ഞായതിൻ്റെ ശേഷം വരുന്നത്. 3 മാസം ആയിട്ടുള്ളൂ കേട്ടോ. 90 കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം. പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മാത്യു മാഷ് ഉണ്ട് കേട്ടോ വീട്ടിൽ. ആൾക്ക് നോമ്പായത് കൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും പറ്റൂല. അപ്പം നമ്മൾ വെജ് കറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെപ്പോഴും മൊബൈൽ കിട്ടൂല കേട്ടോ. ചിലതൊക്കെ നല്ല ഇതായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. നമ്മൾ മൊബൈൽ എടുക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് മോൻ്റെ കയ്യിലൊക്കെ ആയിരിക്കും മൊബൈൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ച് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ ശേഷം മോൾക്ക് വേഗം പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ മോൾ പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് റാഹ മോൾ. റാഹ എന്നാണ് പേരിട്ടിട്ടുള്ളത്.
അങ്ങനെ അവർ ആദ്യം പോയി, പിന്നെ താത്തയും അളിയനും പിന്നെ പോയി, പിന്നെ മക്കൾ രാത്രിയും പോയിട്ടോ. അപ്പോൾ രാത്രി പിന്നെ ഉച്ചകത്തെ ചോറും കറിയൊക്കെ അപ്പം തന്നെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി എന്താണ് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇട്ടിട്ട് പിന്നെ ചോറുണ്ടാക്കിയിട്ടോ. പിന്നെ 2-3 കൈത്തല്ലുണ്ടായിരുന്നു ഉച്ചക്ക് പൊരിക്കുന്ന സമയത്ത്, അതങ്ങ് ബാക്കിയായപ്പോൾ അതങ്ങ് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് മാറ്റി വെച്ചതായിരുന്നു. കൈത്തല്ല് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഇതേ നെയ്ച്ചോറുണ്ടാക്കി. പിന്നെ കറിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അച്ചാറൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ആ ചൂടോടെ മക്കളെ കഴിക്കുകയും ചെയ്തു. പിന്നെ രാത്രി മക്കൾ പോയിട്ടോ. പിന്നെ പിറ്റേ ദിവസം എൻ്റെ എന്താണ് രണ്ടാമത്തെ മോന് പിന്നെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ അവന് ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും. അവനും അവൻ്റെ കൂട്ടുകാർക്ക്, ഹോസ്റ്റലിലുള്ള കൂട്ടുകാരും അത് തന്നെ കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ അവന് വേറെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവിടുന്ന് കൂട്ടുകാരെന്നെ പറഞ്ഞേക്കൂട്ടോ ഉമ്മാനോട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നേ. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പൊടിയായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം ഒന്നും കൂടി ചൂടാക്കി വെക്കും കേട്ടോ, നല്ലതുപോലെ ചൂടാക്കുക. അപ്പോൾ കുറേ ദിവസം ചെയ്യും, ഒന്നും ആവില്ല. നമുക്കൊരു മനസ്സിന് സമാധാനം വേണമെങ്കിൽ അല്ലേ, ഒന്നും കേട് വരാത്തതല്ലേ, നമുക്ക് കൊടുത്തയക്കല്ലേ. അപ്പോൾ നമുക്കൊരു സമാധാനം വേണമല്ലോ അല്ലേ. അങ്ങനെ എന്തെങ്കിലും മോനൊരു 11 മണിയാകുമ്പോൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇനി 1-2 മാസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.